ഹലോ ഗെയ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബാറ്റർ റോയലായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാണ് നന്ദി മോട്ടൊക്കെ ഇട്ടുതരുന്നുണ്ടോ, ഇതങ്ങളൊക്കെ ഒന്ന് ചെയ്യേ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യട്ടോ, മറക്കരുത് ഗെയ്സ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ബാറ്റർ റോയൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടന്നിട്ട് വെറുതെ ഒരു ഒലിവിനടിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഷിപ്പ് യാർഡിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഷിപ്പ് യാർഡിലൊരു ഗുണമുണ്ട്, അർസണലിൻ്റെ കീം അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ആ 3 വീട് കണ്ടു ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ 3 വീട് കണ്ടു, എന്താ ഒരു 2 വലുതും ഒരു ചെറുതും. ആ 3 വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെന്നെങ്കിലും കിട്ടും. നിങ്ങൾ എത്ര മണികൾ നോക്കുക, ഏതെന്നെങ്കിലും കിട്ടും. പിന്നെ എടുത്തു പോയാൽ ഞങ്ങളെ പറഞ്ഞിട്ടല്ല, ഷിപ്പ് യാർഡിൽ ഇറങ്ങിയിട്ട് അർസണലിൻ്റെ കീ എടുത്താൽ സുഖമായിട്ട് നമുക്ക് എടുക്കാം. അർസണലിൽ തുറക്കാം പൈസ കൊടുക്കാതെ. ധനാ പോയി ഇറങ്ങി തോമസനാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് തോക്ക്. അപ്പോൾ നമ്മൾ മുന്നിക്കത്തി വേണ്ട അർസണലിൻ്റെ കീ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അർസണലിൻ്റെ കീ ഇട്ടാനുള്ളൊരു ഐഡിയ ഉണ്ട്, സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇതിന് അർസണലിൻ്റെ കീ നമ്മളെ കയ്യിലേക്കാണ് ഇട്ടു. പിന്നെ അത്രേ ഉള്ളൂ. എന്തൊരു എനിമീന് കാണാത്തില്ലേ മുന്നിൽ. ഓ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇതിനൊരു എനിമീന് അത്രേ ഉള്ളൂ. അതിനെ അടിച്ചങ്ങോട്ട് ഇട്ടു നമ്മൾ. പിന്നെ നമ്മൾക്കൊരു പൊട്ടാതാണ് നമ്മളെ കയ്യിൽ മാറ്റമുണ്ടോ. എക്സമേറ്റ് കണ്ടപ്പോൾ എക്സമേറ്റ് ക്രഷ് തോന്നി, അതെടുത്ത് കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എക്സമേറ്റും തോമസുമാണ് നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിതാ ഓടിച്ചെല്ലുന്നു കേസ്. അപ്പോൾ ഇത് അടുത്ത തോമസാണ്. ഉണ്ട മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്തിനാ അതിൻ്റെ ഇത് ഇട്ടിട്ട് ഇവിടെ മതിയില്ലേ നമുക്ക് കേസ്. അപ്പോൾ ഇതാ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫുള്ള് പറ്റുമെങ്കിൽ ഫുള്ളായിട്ടിരുന്ന് കാണാം. നമ്മൾ ഇത് മാറ്റിയിട്ട് സ്നൈപ്പർ എടുത്തിട്ടുണ്ട്. എക്സമേറ്റ് മാറ്റി സ്നൈപ്പർ. ഇത് ഞാൻ എന്ത് തപ്പാണെന്ന് നിങ്ങൾക്കറിയോ? റെസിപ്പൊന്നൊരു എനിമീനെ കാണും. ഞാൻ അങ്ങനെ അടിക്കണം. ഇതിന് മൂന്നെണ്ണം എടുത്തടിക്കുക. നമ്മൾ എന്താ കാട്ടുക, തോമസ് എടുത്ത് നെക്കിയാൽ പിടിച്ചു. ഓളയിലാണെങ്കിൽ MB40 ഉണ്ട്, പൊട്ടത്തെയാണ്. നെക്കിയാൽ പിടിച്ചാൽ നമ്മളെടുക്കുക. പിന്നെ ഒരു അന്തല്ലേ, പിന്നെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കേസ് ഓളയിൽ MB40 നമ്മളാണ് കാച്ചിടുണ്ട്. നമ്മളെ കോബ്ര MB40 ആണ്. അപ്പോൾ നമ്മളതാണ് എടുത്തു കേസ്. നമ്മൾ ലോട്ട് സെറ്റാക്കാൻ നടക്കുകയാണ്. AWMൻ്റെ ഉണ്ട് 25 എണ്ണം ഉള്ളൂ. നമുക്ക് അത് വേണം. MB40 ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നമുക്ക് വേണം. അതാ ഒരുത്തൻ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു 160 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ഒരു സ്നൈപ്പറുകൊണ്ട് കൂടി റെഡി എടുത്തിട്ട് നമ്മളാണ് അത്ര ഉള്ളു. നമ്മൾ 2 സ്നൈപ്പറുണ്ട് അടി കൊടുത്തു, ചത്തു. ഇപ്പോൾ ഗൈസ് നമ്മളിതാ പ്ലാസ്മ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ മാറ്റണം വിചാരിച്ചു. പക്ഷെ മാറ്റാൻ ഒരു പൂതിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാറ്റിയില്ല. പ്ലാസ്മ ലോങ് ഷോട്ടിന് പക്ഷെ അതിൻ്റെ ഇത് സ്കോപ്പ് അതെനിക്ക് ഇഷ്ടമല്ല, അതാണ് പ്രശ്നം. പക്ഷെ സ്നൈപ്പർ പറയുമ്പോൾ അതിൽ സെറ്റ്. നമ്മൾ AWMനാണ് ആകെ പോകണത്. AWM ആണ് നമ്മൾ. AWMനാണ് ഞാൻ ആകെ അർസണലിൽ കൊടുക്കുന്നത്. ഇനി എത്ര 1 മിനിറ്റ് വേണമെങ്കിൽ ഞങ്ങൾ വെറുതെ ഇതിന് ചുറ്റും കറങ്ങി നടക്കുക. ഓക്കെ അതാ ഒരു എത്തി MB40 നെറ്റ് പിടിച്ചാൽ എടുക്കണേ. ഇടുക്കിടുക്ക് MB40 കുത്തി പിടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അതിനങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തത് നമ്മൾ ഇയാളെ മോനെ ബാക്ക് നടി അറിയാതെ അവിടെ കൂടുതലായിട്ട് ഗൈസ് ബാക്ക് നിന്ന് അടിയിട്ടുണ്ടായിരുന്നു.
മുന്നൊന്ന് അടുത്തടി. നമുക്കപ്പോൾ എന്താ കാട്ട് കേസ് അപ്പുറന്ന് എനിമീസ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒപ്പത്തിനൊപ്പം കണ്ടിട്ടാണ് കേസ് നമ്മൾ ഇങ്ങനെ കാട്ടെ. എന്നിട്ട് ഇങ്ങനെ നെക്കി പിടിക്കാൻ പറ്റും. നെക്കി പിടിക്കും. ചുറ്റുമണ്ണ വിടരുത് കേസ്. ചുറ്റുമണ്ണ വിടുന്നു. അത്രേ ഉള്ളൂ. ഒരുത്തനെ തീർത്തു. പിന്നെ ഒരുത്തൻ മുങ്ങിന്നൊരു താമസം. അതിനെ കാണാനല്ല. അതോ ബാക്കുന്നടി. ഓ അത്രേ ഉള്ളൂ. ഇനി അവൻ ആയിക്കൂടെ ഒന്ന് തലയിടും. കണ്ടോ തലയിട്ടിക്കണുണ്ടോ. അത്രേ ഉള്ളൂ. അതിന് നമ്മളെടുത്തു. അപ്പം ഇതിനൊരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. നിങ്ങളുണ്ട് അവളെ വെറുതെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ അതിനിങ്ങനെ കയറിയാണ് വരും. അപ്പം നമ്മൾ അത്ര ഉള്ളു. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അറസണയിൽ തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കണം. അപ്പോൾ AWM എടുക്കാൻ വേണ്ടി പോവാണ്. AWM ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സൂപ്പർമെൻറ്റും AWMൻ്റെ ഉണ്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളത് എടുക്കുകയാണ് ഗേസ്. അർസണലിന് പുറത്തിറങ്ങണം നമ്മളിനി. അപ്പോൾ മെഡൊക്കെ എടുക്കണം. ഉണ്ട് MP40 ഉണ്ട്. AWMൻ്റെ ഉണ്ടൊക്കെ ഇപ്പം തന്നെ എടുക്കുക. ഇനി മുന്നേ എടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് പിന്നെ ഇവിടെ പോയി കണ്ടിട്ടോ. കിട്ടാൻ നല്ല പണി AWMൻ്റെ ഉണ്ടൊക്കെ. നമ്മൾ ലൂട്ടിൽ എന്തെങ്കിലും ഉണ്ടോക്കുക. ഒരു മെഡ് കിട്ടി. അപ്പോൾ മെഡ് ഇരുന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ ഒരു എനിമീനെ കാണാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മുങ്ങുകയാണ് ഗേസ്. അപ്പോൾ അടുത്തത് നമുക്ക് എവിടെയാണ്? നമ്മളിനി ഷോപ്പ് പോയിട്ട് അർസണലിൻ്റെ കീ മേടിച്ചിട്ട് നമ്മൾ പ്ലാനാണ് കേട്ടോ. ഇനി അവിടുന്ന് പീക്കിൻ്റെ മുന്നിലുള്ള അർസണലിൽ പോയിട്ട് തുറക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അർസണലിൻ്റെ കീഴൊക്കെ കിട്ടണോട് നമ്മൾ എടുക്കും. നമ്മൾ ലൈഫ് ഫുഡ് കണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരു എനിമിയില്ല. ഒരു എനിമീനെ കാണണ്ട കേസ്. നമ്മൾ 7 കില്ലും 12 അലൈവാണ് ഇപ്പോൾ ഉള്ളത്. ഒരാളോടും കാണാല്ലേ. അതാ കേസ് ഒരുത്തം മുന്നിൽ കൂടെ പോകുന്നു. 150, 162, 10 അലൈവ് കേസ്. ഇപ്പോൾ നമ്മൾ ലൂട്ടിൽ AWMൻ്റെ ഉണ്ട്. റേഞ്ച് പോയി 999. ഇനി ഒരുത്തരം കണ്ടപ്പോഴും നമ്മൾ 999. ഇനി പ്രശ്നമില്ല. മുന്നിലോട്ട് നമ്മൾ AWM കൊണ്ട് ഓരോണ്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ നമ്മൾ 999 പോയിട്ടുണ്ട്. അപ്പോൾ അലൈവ് 4ഉം നമ്മൾ 9 കില്ലുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ കളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര അലൈവ് 3 ഒരുത്തനം കൊണ്ടാൽ മതി. അപ്പോൾ 10 കില്ല് നമുക്ക് എടുക്കാം. പക്ഷെ ഓൻ്റെയൊക്കെ മറ്റേ ആൾ പോകാതിരുന്നു. ഇപ്പോഴും 3 അലൈവാണ് ഗിസ്റ്റുന്നത്. ഒരാൾ ഞങ്ങളെ മുന്നിൽ വന്ന് ഒരാളെ കൊല്ലണം.
രണ്ടാമത്തെ ആളെ കിട്ടിയില്ല. ഓനോട് തീർക്കും. മറ്റവനെ കിട്ടാൻ സംശയം അത്രയും വന്നില്ലോടി. അടിപൊളി പ്ലെയറാവും. ഗേസ് 1v1 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. നമ്മളിന്ന് അർസനൽ തുറക്കാൻ പോവാണ്. നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് എത്തുമോ? അതാണ് നമ്മൾ തുറക്കുന്നത്. നമ്മൾ അടുത്ത അർസനൽ തുറന്നിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഗേസ് നമ്മളിവിടെ അലൈവിറ്റുമായിട്ട് പേടിച്ചിരിക്കുകയാണ് ഗേസ്. എവിടെ ഓന്നറിയില്ലല്ലോ, നല്ല കളിയാവും ചിലപ്പോൾ. അപ്പോൾ ഗേസ് ഓന് എന്താ പേടി അതാ ഗുവാള് പൊട്ടിക്കുന്നുണ്ട്. ഒരു വലിയ ഓനവിടെ നെയ്ഡ് വെച്ച് വയ്ക്കുക. എന്താ കളി അമ്മക്ക് അന്തല്ലാന്നുകൊണ്ട് വിചാരം ഒക്കോൻ്റെ പൊന്നാറാണല്ലോ. എടാ ഓന് തലക്കോണ്ട് ഇവിടെ കഷ്ടപ്പെട്ട് കളിച്ചതാവും പോയി അടിച്ചു.